ഡൈനോസേഴ്സ് എന്ന് കേൾക്കുമ്പോൾ അമേരിക്കൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ടീറക്സിനെയും ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന സ്പൈനോസോറസിനെയും ഏഷ്യൻ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന വെലോസിറാപ്റ്ററിനെയും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഡൈനോസറുകളുടെ പേര് പോലും നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഡൈനോസറുകൾ ലോകം മുഴുവനും വ്യാപിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നും നിരവധി ഇനം ഡൈനോസർ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഡൈനോസറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അൽബോക്കേരിയ. ഇത് വലിപ്പം കുറഞ്ഞ ഒരിനം ഡൈനോസറാണ്. ഏകദേശം 1.5 മീറ്റർ വരെ നീളവും 40 സെൻറ്റിമീറ്റർ വരെ ഉയരവും 2 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്ന ചെറിയ ഡൈനോസേഴ്സ്. 1974 ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ഇവയുടെ ഫോസിൽ കണ്ടെത്തിയത്. ഇതുവരേക്കും അൽബോക്കേരിയയുടെ ഒരേ ഒരൊറ്റ ഫോസിൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ട്രയാസിക് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഏകദേശം 23 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. മാംസഭുക്കുകളായിരുന്ന ഈ ജീവികൾ കൂട്ടം കൂടിയായിരിക്കും വേട്ടയാടിയിരുന്നതെന്നാണ് നിഗമനം. ഇവ സ്കാവഞ്ചർ ഇനത്തിൽപ്പെട്ടതായിരുന്നോ എന്ന് അറിയില്ല. എന്നുവെച്ചാൽ ചത്ത ജീവികളെ ഭക്ഷിക്കുന്നവയായിരുന്നോ എന്ന് അറിയില്ല. ബാരപ്പോസൗറസ്. ഇതൊരു ബൃഹത്തായ ഡൈനോസർ ആയിരുന്നു. വലിയ കാലുകളുള്ള ഉരകജീവി എന്നാണ് ബാരപ്പോസൗറസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഒന്നിലധികം ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഫോസിലുകളും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഡൈനോസറുകളിൽ ഏറ്റവും വലിയ ഇനമായ സൗറോപോഡ് വർഗത്തിൽപ്പെട്ടവയാണ് ഇവ. ഏകദേശം 15 മീറ്റർ വരെ നീളവും 7000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു ഇവയ്ക്ക്. സൗറോപോഡ് എന്നുവെച്ചാൽ 4 കാലിൽ നടക്കുന്ന സസ്യഭുക്കുകളായ ഡൈനോസറുകൾ. ഇത്രയും വലിപ്പവും ഭാരവുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സൗറോപോഡ് വർഗത്തിൽപ്പെട്ട ഏറ്റവും ചെറിയ ഡൈനോസറുകളിൽ ഒന്നായിരുന്നു ഇത്. രാജാസൗറസ്. ഇത് ടീറക്സിൻ്റെ വർഗത്തിൽപ്പെടുന്ന നിഷ്ഠുരമായ ഒരുതരം ഡൈനോസറാണ്. ഇന്ത്യൻ ടീറക്സ് എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് പോലും. പക്ഷേ ടീറക്സിനേക്കാൾ ഒരുപാട് വലിപ്പം കുറഞ്ഞ ഡൈനോസറാണ് രാജാസൗറസ്. അതുകൊണ്ട് തന്നെ ടീറക്സിനെ തോൽപ്പിക്കാനുള്ള ശക്തിയൊന്നും ഇതിനില്ലായിരുന്നു. രാജാസൗറസിൻ്റെ ഒരു കടിക്ക് 400 മുതൽ 700 കിലോഗ്രാം ഭാരത്തിൻ്റെ അത്ര സമ്മർദ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നാണ് നിഗമനം. ഏകദേശം 7.5 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഇവ ജീവിച്ചിരുന്നത്, അതായത് ടീറക്സ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. പക്ഷേ ഇവ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. കാരണം 2 ഡൈനോസറുകളും വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്. രാജാസൗറസിന് 9 മീറ്റർ വരെ നീളവും 3000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു. മുന്നിലത്തെ കുഞ്ഞു കൈകൾക്ക് ഏകദേശം മനുഷ്യൻ്റെ കൈകളുടെ അത്ര നീളമുണ്ട്. ഇതിൻ്റെ തലയിൽ ചെറിയ കൊമ്പ് പോലത്തെ രൂപമുണ്ട്. മറ്റു ഡൈനോസറുകളുമായിട്ട് പോര് നടത്തുമ്പോൾ ഒരു ആയുധമായിട്ടാണിവ ഈ കൊമ്പ് ഉപയോഗിച്ചിരുന്നത്. ശക്തമായ വലിയ കാലുകളുള്ള രാജാസൗറസ് ഒരു മികച്ച വേട്ടക്കാരൻ തന്നെ ആയിരുന്നിരിക്കണം. ഇൻഡോസൗറസ്. ഇന്ത്യൻ ഉരകജീവി എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. 11 മീറ്റർ വരെ നീളവും 4 മീറ്റർ വരെ ഉയരവും 700 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്ന ഇൻഡോസൗറസ് ഒരു മാംസഭുക്കായ ഡൈനോസറാണ്. ഡൈനോസറുകളുടെ അവസാന കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നത്, അതായത് 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ്. മധ്യപ്രദേശിൽ നിന്നുമാണ് ഇതിൻ്റെ ഫോസിൽ കണ്ടെത്തിയത്. ബൃഹത്കയോസൗറസ്. പേര് പോലെ തന്നെ ഇതൊരു ബൃഹത്തായ ഡൈനോസറാണ്. ടൈറ്റാനോസോറസ് വർഗത്തിൽപ്പെടുന്നവയാണിത്. ഡൈനോസർ വർഗത്തിൽ ഏറ്റവും വലിയ ഇനം സൗറോപോഡാണ്. സൗറോപോഡിൽ തന്നെ ഏറ്റവും വലിയ ഇനം ഡൈനോസറുകളാണ് ടൈറ്റാനോസോറസുകൾ. 35 മീറ്റർ വരെ നീളവും 1,00,000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്ന ബൃഹത്കയോസൗറസ് ആണ് ഇതുവരെ ഏഷ്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡൈനോസർ. ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ബൃഹത്കയോസൗറസ് സസ്യഭുക്കായിരുന്നു. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നുമാണ് ഇതിൻ്റെ ഫോസിൽ കണ്ടെത്തിയത്. അസ്ഥികൂടം പൂർണ്ണതയില്ലാത്തതായിരുന്നതുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന വലിപ്പത്തിന് കുറച്ച് കൃത്യത കുറവുണ്ട്. ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡൈനോസർ അർജന്റീനയിൽ നിന്നും കണ്ടെത്തിയ അർജന്റീനോസൗറസ് ആണ്. പക്ഷേ അർജന്റീനോസൗറസിൻ്റെ കാലിൻ്റെ എല്ലിനേക്കാൾ 1/2 മീറ്റർ നീളം കൂടുതലാണ് ബൃഹത്കയോസൗറസിൻ്റെ കാലിൻ്റെ എല്ലിന്.
അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കരജീവി ബൃഹത്കയോസൗറസ് ആയിരുന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കൂടുതൽ ഫോസിലുകൾ കിട്ടാതെ അത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ബൃഹത്കയോസൗറസിനെ പോലെ ടൈറ്റാനോസോറസ് ഇനത്തിൽപ്പെട്ട സൗറോപോഡ് ഡൈനോസറുകൾ വേറെയും ഒരുപാടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ജൈനോസൗറസ്. ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈ ഡൈനോസറിന് 22 മീറ്റർ വരെ നീളവും 8 മീറ്റർ വരെ ഉയരവും 6000 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. ഇതുപോലെ മറ്റൊരു ടൈറ്റാനോസോറസ് ആണ് കോട്ടാസോറസ്. തെലങ്കാനയിൽ നിന്നുമാണ് ഇവയുടെ ഫോസിൽസ് കണ്ടെത്തിയത്. ഏകദേശം 18 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. 9 മീറ്റർ വരെ നീളവും 3000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്ന കോട്ടാസൗറസ് ഏറ്റവും ചെറിയ ടൈറ്റാനോസോറസുകളിൽ ഒന്നായിരുന്നു. കോംസോസൂക്കസ്. ഇത് വെലോസിറാപ്റ്ററിനെ പോലത്തെ ഒരുതരം ചെറിയ ഡൈനോസറാണ്. ഇതിൻ്റെ വളരെ കുറച്ച് ഫോസിൽസ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അതും ഭാഗികമായും നശിച്ച നിലയിലായിരുന്നു. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. ഏകദേശം 2 മീറ്ററോളം നീളവും 30 മുതൽ 50 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഇവയുടെ ശരീരത്തിൻ്റെ വലിപ്പമനുസരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ തലച്ചോറിന് അത്യാവശ്യം വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവ ഒരുപക്ഷെ വെലോസിറാപ്റ്ററിനേക്കാൾ ബുദ്ധിശാലികളായിരുന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനിയ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ധുനിയ പ്രധാൻ എന്നൊരു പാലിയന്റോളജിസ്റ്റിൻ്റെ പേരാണ് ഈ ഡൈനോസറിനും നൽകിയിരിക്കുന്നത്. 4 മീറ്റർ വരെ നീളവും 300 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്ന ഈ ഡൈനോസർ ഏകദേശം 19 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നത്. ഇതൊരു സൗറോപോഡ് വർഗത്തിൽപ്പെട്ട ഡൈനോസർ തന്നെ ആയിരുന്നോ എന്നത് സംശയകരമായ ഒരു കാര്യമാണ്. എന്തെന്നാൽ മുന്നിലത്തെ കാലുകളുടെ അസ്ഥികൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഡണ്ടാക്കസൗറസ്. ഇതൊരു വിചിത്രമായ തെറോപോഡ് ഡൈനോസറാണ്. തെറോപോഡ് എന്ന് വെച്ചാൽ 2 കാലുകളിൽ നടക്കുന്ന മാംസഭുക്കുകളായ ഡൈനോസറുകൾ. ഏകദേശം 17 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഡണ്ടാക്കസൗറസിൻ്റെ ഫോസിൽസ് കണ്ടെത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ്. ഇവയ്ക്ക് 10 മീറ്റർ വരെ നീളവും 3000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്ത് കൂർത്ത മുള്ളുകൾ ഉണ്ടായിരുന്നു. ശക്തമായ പേശികളുള്ള കാലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവയ്ക്ക് വളരെ വേഗതയിൽ ഓടാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് കരുതുന്നത്. ഇതിൻ്റെ പല്ലുകൾ വളരെ കൂർത്തതും അരം പോലത്തതുമാണ്. എന്നാൽ നീളം വളരെ കുറവും. അതുകൊണ്ട് തന്നെ വലിയ മൃഗങ്ങളെ വേട്ടയാടിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒറ്റയ്ക്ക് ചെന്ന് ചെറിയ മൃഗങ്ങളെ വേട്ടയാടാനാണ് കൂടുതൽ സാധ്യത. റാഹിയോലിസൗറസ്. ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന തെറോപോഡ് വർഗത്തിൽപ്പെട്ട ഡൈനോസറാണ് റാഹിയോലിസൗറസ്. 9 മീറ്റർ വരെ നീളവും 4000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു ഇവയ്ക്ക്. വളരെ മികച്ച ഒരു വേട്ടക്കാരൻ ഡൈനോസറായിരുന്നു റാഹിയോലിസൗറസ്. നേരത്തെ പറഞ്ഞ രാജാസൗറസുമായിട്ട് പല സാമ്യതകളും ഇതിനുണ്ട്. മുന്നിലത്തെ കുഞ്ഞു കൈകളിൽ 4 വിരലുകളും അതിൽ വളരെ കൂർത്ത നഖങ്ങളും ഉണ്ടായിരുന്നു. വേട്ടയാടാൻ ഇത് വളരെ ഉപയോഗപ്രദമായിരുന്നിരിക്കണം. ഇതിൻ്റെ ഒരു കടിക്ക് ഏകദേശം 700 കിലോഗ്രാം ഭാരത്തിൻ്റെ അത്ര സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഇസിസൗറസ്. ഇതും ഒരു ടൈറ്റാനോസൗറസ് ഡൈനോസറാണ്. മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെ ഇതിൻ്റെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഇസിസൗറസിന് 18 മീറ്റർ വരെ നീളവും 15000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കഴുത്തിന് മാത്രം 4 മീറ്ററോളം നീളമുണ്ട്. അതുകൊണ്ട് തന്നെ ഉയരമുള്ള മരങ്ങളിൽ നിന്നും ഇലകൾ ഭക്ഷിക്കാൻ ഇവയ്ക്ക് വളരെ എളുപ്പമായിരുന്നിരിക്കണം. ഇതുപോലെ ഒരുപാട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഡൈനോസറുകളുടെ ധാരാളം അസ്ഥികൾ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാ ഡൈനോസറിൻ്റെയും വളരെ കുറച്ച് അസ്ഥികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതും ഭാഗികമായിട്ട് തകർന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതെല്ലാം ഇന്ത്യയിൽ നിന്നും മാത്രം കണ്ടെത്തിയ ഡൈനോസർ ഫോസിൽസിൻ്റെ കാര്യമാണ്. ഇതിനു പുറമെ മഡഗാസ്കറിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന ഡൈനോസറുകളുടെ ചില ഫോസിലുകളും ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് റാപ്പറ്റോസൗറസ്, മാസിയോക്കോസൗറസ്, മജുംഗാസൗറസ്, അങ്ങനെ ഒരുപാടുണ്ട്. ആസ്ട്രോയിഡ് വന്ന് പതിച്ചത് കാരണമുണ്ടായ കൂട്ടക്കൊലയ്ക്ക് മുന്നേ തന്നെ ഇവിടെയുള്ള ഡൈനോസറുകൾ നശിക്കാൻ തുടങ്ങിയിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്.
അതിനു കാരണം ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ഡെക്കൻ ട്രാപ്സ് എന്നറിയപ്പെടുന്ന പീഠഭൂമിയിൽ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന അതിഭീമൻ അഗ്നിപർവ്വത വിസ്ഫോടനമായിരുന്നു. തുടർച്ചയായിട്ട് ഏകദേശം 30,000 വർഷങ്ങളിൽ കൂടുതൽ നീണ്ടുനിന്ന മഹാ അഗ്നിപർവ്വത വിസ്ഫോടനമായിരുന്നു അത്. അങ്ങനെ ഇവിടെയുണ്ടായിരുന്ന ഭൂരിഭാഗം ഡൈനോസറുകളും നശിച്ചതിനു ശേഷമാണ് ആസ്ട്രോയിഡ് വന്ന് പതിച്ച് ലോകത്തിലുള്ള മുഴുവൻ ഡൈനോസറുകളും നശിച്ചതെന്നാണ് നിഗമനം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.